ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര നാഷണൽ മാരിടൈം മ്യൂസിയം ഗ്രീൻവിച്ചിലേക്കാണ്. ലണ്ടനിലാണ് ഗ്രീൻവിച്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ നാഷണൽ മാരിടൈം മ്യൂസിയം. അതായത് നമ്മുടെ മറൈനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ്. അകത്തൊക്കെ വലിയ അത്യാവശ്യം നല്ല ഇരുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും അത്ര ക്ലിയർ അല്ല. എങ്കിലും അതിന് പകരം ഞാൻ ഫോട്ടോ എടുത്തത്. അപ്പോൾ ഫോട്ടോയിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഗ്രീൻവിച്ച്, അതായത് ഗ്രീൻവിച്ച് മീൻ ടൈം, അതായത് നമ്മുടെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ സ്ഥലത്തിനെ ആശ്രയിച്ചാണ്. അതായത് UTC എന്ന് പറയുന്ന ടൈമുണ്ട്, അതുപോലെ തന്നെ GMT, ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് പറയുന്നത് ഈ സ്ഥലമാണ് UK-ലെ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കോർഡിനേറ്റ്സിലെ സമയം അനുസരിച്ചാണ് ലോകത്തെ മിക്ക എല്ലാ രാജ്യങ്ങളിലെയും സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. അപ്പം ഇത് പല ഷിപ്പുകൾ അല്ലെങ്കിൽ ഷിപ്പിന് യാത്രയിൽ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ, ഉപകരണങ്ങൾ, പണ്ടത്തെ കാലത്തെ ഷിപ്പിങ്ങിൻ്റെ രീതികൾ, സെയിലിങ്ങിൻ്റെ രീതികൾ ഒക്കെയാണ് ഇതിനകത്ത്. ഇതിൻ്റെ എല്ലാം ഒരു പ്രോട്ടോടൈപ്പാണ് ഇതിനകത്ത് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. പണ്ടത്തെ കാലത്തെ എങ്ങനെയാണ് സമുദ്രം കടന്നു ഇവർ യാത്ര ചെയ്തിരുന്നത്, അതിനുപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ. അപ്പോൾ പഴയ ഷിപ്പിൻ്റെ പഴയ ചെറിയ മീനിയേച്ചർ രൂപങ്ങൾ, ഓരോ രാജ്യങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ചെറിയ ചെറിയ കപ്പലുകൾ അല്ലെങ്കിൽ ബോട്ടുകൾ, വള്ളങ്ങൾ, അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഉള്ള ഒരു മ്യൂസിയമാണ് ഇത്. അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാത്തിൻ്റെയും ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വളരെ കുറവാണ്. അപ്പം വീഡിയോയിൽ അത്രയും ക്ലാരിറ്റി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഫോട്ടോ എടുത്ത് ഇട്ടിരിക്കുന്നത്. ഇത് അവരുടെ പഴയ ഒരു വാർഷിപ്പാണ്. യുദ്ധത്തിന് അവർ ഉപയോഗിച്ചിരുന്ന ഒരു വാർഷിപ്പാണ്. അതിൻ്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. എന്തോ ഗൂർക്കയാണ്, എന്തോ NHS ഗൂർക്ക. പഴയ അവരുടെ ഒരു ഷിപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു മീനിയേച്ചർ ടൈപ്പ് എക്സാക്ട്ലി അതിൻ്റെ സെയിം ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ് ഇത് ഒരു സൈനിക കപ്പലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഫോട്ടോ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ വായിച്ച് നോക്കാം. പോസ് ചെയ്ത് നിർത്തിയാൽ നിങ്ങൾക്കത് വായിക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് അതിൻ്റെ ഫുൾ വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ പേര്, കിങ് ജോർജ് 5. ഇതാണ് ആ ഷിപ്പിൻ്റെ പേര്. ഇതാണ് ആ ഷിപ്പിൻ്റെ 4 ടർബൈൻസാണ് അതിനെ കറക്കി വിടുന്നത്, പുറകോട്ട് മുന്നോട്ട് തള്ളിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് 2-3 നിലകളിലായിട്ടാണ് ഈ നാഷണൽ മാരിടൈം മ്യൂസിയം. അത് അവിടെ എൻട്രൻസ് ഫ്രീ ആണ്, നമുക്ക് എല്ലാവർക്കും ഫ്രീ ആണ്. വേണമെങ്കിൽ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോവാം. ബുക്ക് ചെയ്യുന്നത് ഫ്രീ ആണ് കേട്ടോ. അല്ലാതെയും നമുക്ക് നേരിട്ട് ചെന്നാലും നമുക്ക് നേരിട്ട് കയറി പോവാം. ഫോട്ടോ എടുക്കുന്നതിനോ വീഡിയോ എടുക്കുന്നതിനോ ഒന്നും ഒരു റെസ്ട്രിക്ഷനോ ഒന്നും പ്രത്യേകിച്ചില്ല. ആരുടെയും ആളുകളുടെ ഫേസ് വരാതെ നോക്കണം, അത്രേ ഉള്ളൂ. എങ്കിലും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെയായാലും കുറച്ചൊക്കെ വരുമല്ലോ. ഇപ്പോൾ അവിടെ ടിപ്പു സുൽത്താനെ പറ്റിയുള്ള ഒരു കാര്യങ്ങൾ അവരോട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ആളുകൾ ചരിത്രം പറയുന്നത് പോലെ അല്ല ബ്രിട്ടീഷുകാർ ചരിത്രം പറയുന്നത്. നമ്മളൊരു കാര്യം ഓർക്കണം, ഇത് ബ്രിട്ടനിലെ നാഷണൽ മാരിടൈം മ്യൂസിയത്തിൽ ടിപ്പു സുൽത്താനെ പറ്റി എഴുതി വച്ചിരിക്കുന്നതാണ്. അതായത് 1799 4 യുദ്ധങ്ങൾ, ഏകദേശം 4 യുദ്ധങ്ങൾക്ക് ശേഷമാണ് അവർ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തുന്നത്. ഏകദേശം 1 മില്യൺ പൗണ്ട് അന്നത്തെ കാലത്തെ. ഇന്ന് അതിന് 70 മില്യൺ പൗണ്ടാണ്, രൂപ പോലും അല്ല. ഒന്ന് അറിഞ്ഞു നോക്കണം. അത്ര 70 മില്യണത്തെ ഇത് എഴുതി വെച്ചിരിക്കുന്ന സമയത്തെ കേട്ടോ. ഇപ്പോൾ 2, 3, 4 വർഷം മുമ്പ് എഴുതി വെച്ചാണെന്ന് അറിയത്തില്ല. എന്തായാലും ആ എഴുതി വെക്കുന്ന വർഷം 70 മില്യൺ പൗണ്ടിൻ്റെ എന്താ പറയുക നിധി അല്ലെങ്കിൽ വർത്താണ് അവർ ഇന്ത്യയിൽ നിന്ന് അടിച്ചുകൊണ്ട് പോരുന്നത്. അതായത് ഈ മൈസൂർ പാലസിൽ നിന്ന് മാത്രം. അത് നമ്മുടെ നാട്ടിലെ ആളുകൾ ടിപ്പുവിനെ പറ്റി പറയുന്ന പോലുള്ള കഥകളല്ല ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വായിച്ചു നോക്കുക, നിങ്ങൾ പോസ് ചെയ്ത് നിർത്തി വായിച്ചു നോക്കുക. അപ്പം ഈ ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തിനുള്ള എല്ലാ തടസ്സങ്ങളും നീക്കി എന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലേക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റി ടിപ്പുവിനെ തോൽപ്പിച്ചതുകൊണ്ടെന്ന് അവർ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളിതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. കാരണം ഇപ്പോൾ എല്ലാവർക്കും വന്ന് കാണാനൊന്നും പറ്റത്തൊന്നുമില്ല. എങ്കിലും പറ്റുന്നിടത്തോളം വീഡിയോയും ഫോട്ടോയും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്ത്യയെ പറ്റിയുള്ള അവരുടെ അന്നത്തെ കാഴ്ചപ്പാടുകൾ ഇന്നത്തെ അവരുടെ യുവതലമുറ അവരുടെ ചരിത്രം ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കണം. അവർക്ക് അതിനകത്ത് നാണക്കേടൊന്നുമില്ല. കാരണം ഇന്ത്യയെ എങ്ങനെയാണ് അവർ കണ്ടിരുന്നത്, എങ്ങനെയാണ് അവർ ഇന്ത്യയെ ഭരിച്ചത് എന്നൊക്കെ അവർ വ്യക്തമായിട്ട് അവർ ഓരോരുത്തരുടെ പേര് സഹിതം അവർ എഴുതി വെച്ചിട്ടുണ്ട്. 1857 മറ്റേ. അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പം ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പം ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നത്, മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇവർ അധിനിവേശം നടത്തി കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെയൊക്കെ ഒരു 10-1 പോലും അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. വളരെ കുറച്ചേ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഈ കടലിൻ്റെ മാത്രമല്ല,
അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനനുബന്ധമായിട്ടുള്ള സകല സാധനങ്ങളും അവരോട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഇപ്പോൾ ഏതൊരു മ്യൂസിയം ആയാലും, ലണ്ടനിലെ ആയാലും അല്ലെങ്കിൽ ഗ്രീൻവിച്ച് അല്ലെങ്കിൽ ഈ UK ലെ പല മ്യൂസിയങ്ങളും കാണാൻ പോകുകയെന്ന് പറയുമ്പോൾ വളരെ ഒരു എന്താ പറയുക, നമ്മൾ നടക്കാൻ തയ്യാറായിരിക്കണം. കിലോമീറ്ററുകളോളം നടക്കേണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ മ്യൂസിയത്തിനകത്തെല്ലാം നമ്മൾ ഈച്ച് ആൻഡ് എവരിത്തിങ് വായിച്ച് മനസ്സിലാക്കി കണ്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയമെടുക്കും. ഒരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ കണ്ടിട്ട് വരാൻ പറ്റുന്ന സാധനങ്ങളല്ല അതിനകത്ത് ഇരിക്കുന്നത്. അത്രയും ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ കണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. കാരണം ഓരോന്നും പോയി കണ്ട് അത് വായിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് സമയം പോകും. എങ്കിലും അത് സമയം ലാഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നത്. മാത്രമല്ല കണ്ടിട്ടില്ലാത്തവർക്ക് കാണാനും കൂടിയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഇവിടെ ഒന്ന് കാണാനുള്ള അവസരം ഉണ്ടാവണമെന്നില്ല. മാത്രമല്ല ഇതൊക്കെ നമ്മുടെ ഒരു ഓർമ്മകളാണ്. നമ്മൾ സന്ദർശിച്ചതിൻ്റെ, ഈ സ്ഥലത്ത് പോയതിൻ്റെയൊക്കെ ഒരു ഓർമ്മകൾ കൂടിയാണ് ഇത്തരം വീഡിയോകൾ. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഇത് വീഡിയോ ഒക്കെ എടുത്ത് വയ്ക്കുന്നത്. ഇതൊരു പണ്ടത്തെ മോഡൽ ഷിപ്പ്, എനിക്കൊന്ന് പായ്ക്കപ്പലോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വിശദമായ വിവരങ്ങൾ അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം നമുക്ക് വീഡിയോയിലേക്ക് പകർത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഈച്ച് ആൻഡ് എവരിത്തിങ്. ഇതൊരു ചൈനീസിൻ്റെ പഴയ കാലത്തെ ഷിപ്പാണ്. അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്നത് തടി വെച്ചുള്ളത്. അതിൻ്റെ ഒരു മിനിയേച്ചർ ടൈപ്പാണ്. അപ്പം നമുക്കത് വായിക്കാം, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അന്ന് ഉപയോഗിച്ചിരുന്ന കോമ്പസ്, ബൈനോക്കുലർ, അപ്പോൾ അങ്ങനെ ഒരുപാടുണ്ട്. ഇത് അന്നത്തെ ട്രോഫി മത്സരങ്ങളൊക്കെ കൊടുത്തിരുന്നത്. ഇത് പഴയ ഒരു ചൈനീസ് ഷിപ്പാണ് കേട്ടോ. ചൈനീസ് ഷിപ്പ്. അതിൻ്റെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഉണ്ട് ഫോട്ടോയായിട്ട്, പറ്റുന്നിടത്തോളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ച് നോക്കുക പറ്റുന്നെങ്കിൽ. ഇത് ഇരുട്ടായതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ എടുത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഈ എന്താ പറയുക, നമുക്ക് കാഴ്ചയ്ക്ക് ഒരു ഭംഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ സ്പോട്ട് ലൈറ്റുകളാണ് പലയിടത്തും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ എടുക്കുമ്പോൾ അത്രയും ക്ലാരിറ്റി കിട്ടണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ ആഫ്രിക്കയിൽ നിന്നൊക്കെ പല രാജ്യങ്ങളിൽ നിന്ന് പെർഫ്യൂമുകൾ, അതുപോലെ തന്നെ വാലറ്റുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് പണ്ട് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ്, തോക്കുകൾ. ഇതൊക്കെ ആയിരുന്നല്ലോ അവരുടെ. നമ്മൾ വാളും കുന്തം കൊണ്ട് യുദ്ധം ചെയ്തപ്പോൾ അവർ തോക്ക് കൊണ്ട് യുദ്ധം ചെയ്തു. അങ്ങനെയാണ് അവർ വിജയിച്ചത്. അപ്പോൾ നമുക്കത് തോക്ക് കണ്ടുപിടിക്കാൻ കഴിവില്ലാതെ പോയത് നമ്മുടെ പരാജയമാണ്. തോക്കുണ്ടായിരുന്നെങ്കിൽ അവരുടെ കയ്യിൽ വാളും കുന്തും നമ്മുടെ കയ്യിൽ തോക്കുമായിരുന്നെങ്കിൽ നമ്മൾ ജയിച്ചേനെ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളതിനു വേണ്ടിയുള്ള ശ്രമം നടന്നില്ല. ഇനി നമ്മൾ ശാസ്ത്രം അത്രയും വികസിച്ചിട്ടില്ലായിരുന്നു നമ്മുടെ നാട്ടിൽ. പിന്നെ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹോബിയായിരുന്നു ഈ ഡയറികൾ എഴുതുക എന്നുള്ളത്. അപ്പോൾ അവർ ഹാൻഡ് റിട്ടൺ ആയിട്ട് തന്നെ ഡയറികളൊക്കെ എഴുതി വെച്ചിരുന്നത്. അതാണ് പിന്നീട് ചരിത്രമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇത് ആനക്കൊമ്പാണ്. ആനക്കൊമ്പിൽ തീർത്ത ഒരു ഒരു ആർട്ടാണ്. ആഫ്രിക്കയിൽ നിന്ന് മറ്റോ കൊണ്ടുവന്നത്. അതിനകത്ത് വെറും ഒരു ആർട്ടല്ല, ഇത് എനിക്ക് തോന്നുന്നു ആ രാജ്യത്തിൻ്റെ ആ സമയത്തുള്ള സാംസ്കാരികമായിട്ടുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരച്ചു വെച്ചിട്ടുണ്ട്. മനുഷ്യരുടെ ജീവിത രീതികളാണ് ഈ ആനക്കൊമ്പിൽ വരച്ചു വെച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല ആനക്കൊമ്പിനകത്തുള്ള പരിപാടികളൊക്കെ വരച്ചു വയ്ക്കുന്ന. ആനക്കൊമ്പിൽ നമ്മുടെ എന്താ പറയുക, ദന്തസിംഹാസനം എന്നൊക്കെ പറയുന്നവർ, എനിക്ക് തോന്നുന്നു അതാണ് തോന്നുന്നു. ആനക്കൊമ്പിൽ തീർത്ത കസേര, അതൊക്കെ ബ്രിട്ടീഷുകാർ അടിച്ചുകൊണ്ട് വന്നെന്ന് തോന്നുക, എനിക്കറിയത്തില്ല കൃത്യമായിട്ട്. ഇതൊരു തോക്കാണ്, വലിയ തോക്കാണ് കേട്ടോ. ഈ കപ്പലയിൽ ഉപയോഗിച്ചിട്ടൊരു തോക്കാണ്. അത് കയ്യിൽ പൊക്കി പിടിക്കാൻ പറ്റത്തില്ല. കപ്പലെ വെച്ചിട്ട് ഇപ്പോഴത്തെ നമ്മുടെ ഈ കപ്പലിലൊക്കെ വെച്ച് പീരങ്കി പോലുള്ള സാധനമില്ലേ വലിയ, അതുപോലുള്ള പഴയ തോക്കാണിത്. നമ്മുടെ കയ്യിലൊന്നും നിൽക്കത്തില്ല, നല്ല ഹെവി വെയിറ്റ് ആണ്. അപ്പോൾ കപ്പലിൽ ഉപയോഗിച്ചിരുന്നതാണ് ഈ തോക്കുകളൊക്കെ. ഇപ്പം ഇത് പിന്നെ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ബൈനോക്കുലറോ സമയമോ ഡയറക്ഷനോ ഒക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത്. കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായം അറിയുന്നതനുസരിച്ചാണ് നമ്മൾ ഓരോ വീഡിയോകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. പല വീഡിയോകളും ഇനി അപ്ലോഡ് ചെയ്യാനായിട്ട് പെൻഡിങ്ങിൽ കിടപ്പുണ്ട്. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്ദി. ഇത് പല നാടുകളിൽ നിന്ന് കൊണ്ടുവന്ന കാര്യങ്ങൾ. ഇത് കോട്ടന്, ടൊബാക്കോ, ഓരോ രാജ്യങ്ങളിൽ നിന്ന് അവർ കടത്തിക്കൊണ്ടുവന്ന സാധനങ്ങൾ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ട്രേഡ് ചെയ്തവർ സാധനങ്ങൾ ട്രേഡൊന്നും ചെയ്തതല്ല, പണ്ട് ആഫ്രിക്കയിൽ നിന്നും ഓരോ രാജ്യങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ട് വന്നതാണ്. അല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കോളനിവൽക്കരണം നടത്തിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഇപ്പോൾ വികസിച്ച രാജ്യമായി മാറിക്കഴിഞ്ഞു. കോളനിവൽക്കരണം നടന്ന രാജ്യങ്ങൾ ഇപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അന്ന് അവിടുത്തെ മൂല്യങ്ങളും അവിടുത്തെ എന്താ പറയുക സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് ഇവർ കൊണ്ടുപോയി. നമ്മുടെ നാട്ടിലെ സമ്പത്ത് മുഴുവൻ ഇനി നമ്മൾ ഒന്നേന്നുണ്ടാക്കണം. അത് അന്നത്തെ കാലത്ത് കോളനിവൽക്കരണ ഭാഗത്തുനിന്ന് അടിച്ചുകൊണ്ട് പോയതുകൊണ്ട് നമ്മൾ ഇനി ഒന്നേന്നുണ്ടാക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ വികസനം ഒരു പരിധിവരെ പുറകോട്ടായി പോയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് പിന്നീട് വന്ന എണ്ണക്കുഴലൊക്കെ എങ്ങനെയാണ്
അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടു നോക്ക്, കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു. ആണോ? Where they host stuff every day. Oh, accident, illness, suicide.